ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു ഹിന്ദി മൂവിയാണ് തെഹ്റാൻ. ജോൺ അബ്രഹാം, മനുഷി ചില്ലാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദിനേഷ് വിജയൻ നിർമ്മിച്ച് അരുൺ ഗോപാലൻ സംവിധാനം ചെയ്ത സിനിമയാണ് തെഹ്റാൻ. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. തെഹ്റാൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 14 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ധഡക് 2. സിദ്ധാന്ത് ചതുർവേദി, തൃപ്തി ദിമ്രി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാസിയ ഇക്ബാൽ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ് ധഡക് 2. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ മാസം 12-നും 26-നുള്ളിൽ ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മെട്രോ ഇൻ ഡിനോ. അനുപം ശേഖർ, നീന ഗുപ്ത, കൊങ്കണ സെൻ ശർമ്മ, പങ്കജ് ത്രിപാഠി, ആദിത്യ റായ് കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനുരാഗ് ബസു രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് സിനിമയാണ് മെട്രോ ഇൻ ഡിനോ. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് 29 ഇത് റിലീസ് ചെയ്യും. അടുത്തത് വേല. ഷെയ്ൻ നിഗവും സണ്ണി വെയിനും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്യാം ശശി സംവിധാനം ചെയ്ത സിനിമയാണ് വേല. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്കായിരിക്കും ഇതിൻ്റെ റിലീസ്. അടുത്തത് തങ്കമണി എന്ന മലയാള മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെ ജയൻ, മേജർ രവി, നീത പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തങ്കമണിയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു മലയാള മൂവിയാണ് മാരീസൻ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ ദയ മോഷ്ടികനായ ഒരു വീട്ടിൽ കയറുന്നതും അവിടെ അൽഷിമേഴ്സ് രോഗിയായ ഒരു വയോധികനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്നതും ആ വയോധികനെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർ രണ്ടുപേരും നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം 22 ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു മലയാള മൂവിയാണ് JSK. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 15 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു മലയാള മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിൻ്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 നമുക്ക് കാത്തിരിക്കാം ഡൊമിനിക്കിൻ്റെ OTT റിലീസിന് വേണ്ടി. പുതിയ OTT റിലീസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.